സംഗതി വരണീയം കർത്താവേ നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവതൻ പ്രാർത്ഥനയാൽ സ്വർഗ്ഗപിതാവേ ഏകസുത വചനപദാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജപദായി പ്രതിരഹിത കാരുണ്യത്താൽ മധ്യമാതൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയെ ദിവയുള്ള മഹിമാവിയരും ദൈവജനത്രീ കന്യകയാം മറിയാമീനും ദേവമനന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലിവത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനി അപ്പരിപാവന തൃത്വൈക സവിതാവോടൊപ്പം ജീവനും ഋക്കുദിശാസൈനം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. പെസഹായാൽ പെസഹാദിനെ നീ പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാദിനെ നീ മശിഹാമോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാദിനെ നീ മശിഹാമോദി പിച്ചരുളുക കൃപ നിൻ കുരിയേലായിസോ 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 ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോൽ ജാതികളിടയിൽ ഭൂതല സേവയോളം ധന്യവോ കൈക്കൊള്ളുവോക്കെയും ഭാഗ്യമിത് നയിച്ചു സ്വർഗമാരാജ്യം. വിശുദ്ധ സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ
ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തല കീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറച്ചുപോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിൽ നിന്ന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരുന്നു. ബാറക്കുമോർ. പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ബാറക്കുമോ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് പോലെ അത് ജാതികളിൽ പോലുമില്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടിയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ. ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശംസ നന്നല്ല. ആസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടെല്ലാം തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമെല്ലാം സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു.
അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ബാറക്കുമോ. വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നടുമ്പാകി വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള ജങ്ങളെ പിന്നെ കേൾക്കണം. സമയമായപ്പോൾ യേശു ചെന്ന് ഭക്ഷണത്തിനിരുന്നു. 12 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടി ഭക്ഷിപ്പാൻ വളരെ ആഗ്രഹിച്ചു. എന്തെന്നാൽ ദൈവരാജ്യത്തിൽ വെച്ച് നിവർത്തിതമാകുന്നതുവരെ ഇനിയും ഇത് ഞാൻ ഭക്ഷിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തിട്ട്, ഇത് നിങ്ങൾ വാങ്ങി ഭാഗിച്ചെടുപ്പീൻ. എന്തെന്നാൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിച്ചാറ് ഞാൻ കുടിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി അവർക്ക് കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിക്കുവീൻ എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. എങ്കിലും ഇതാ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എൻ്റെ കൈ മേശമേൽ ഇരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം മനുഷ്യപുത്രൻ പോകുന്നുവെങ്കിലും അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ മനുഷ്യന് കഷ്ടം. ആരായിരിക്കാം ഇത് ചെയ്യുവാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ആരാഞ്ഞു തുടങ്ങി. അനന്തരം തങ്ങളിൽ വലിയവനാരെന്ന് അവരുടെ ഇടയിൽ ഒരു തർക്കവും ഉണ്ടായി. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, ജാതികളുടെ രാജാക്കന്മാർ അവരുടെ യജമാനന്മാരാകുന്നു. അവരുടെ മേൽ അധികാരമുള്ളവരെ അവർ നന്മ ചെയ്യുന്നവർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ചെറിയവനെ പോലെയും യജമാനൻ ശുശ്രൂഷകനെ പോലെയുമാണ് ഇരിക്കേണ്ടത്. ആരാണ് വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷകനോ? ഭക്ഷണത്തിന് ഇരിക്കുന്നവൻ അല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാകുന്നു. എൻ്റെ പരീക്ഷകളിൽ നിങ്ങൾ എന്നോടുകൂടി ഉണ്ടായിരുന്നവരാകുന്നു. എൻ്റെ പിതാവ് രാജ്യം എനിക്കായി വാഗ്ദത്തം ചെയ്ത പ്രകാരം ഞാനും നിങ്ങൾക്കായി ഒരു വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിലെ മേശയിൽ നിന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യും. സിംഹാസനങ്ങളിൽ ഇരുന്ന്
ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുകയും ചെയ്യും. ലമുറിയോ സഗതോ കുരിയേ കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനുഷ്യരുമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തൻ്റെ വലിയ എഴുത്താൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാർക്കുമ്പോൾ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധരഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരൻ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവരും ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്തെ ആസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സഹജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവവും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശ്വസഭയുടെ പ്രതികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന് നാഥനുമായ മശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ഹൃദയപൂർവ്വം ഞങ്ങൾ നീക്കമായി ചൊല്ലണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്നും കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ.
ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബ്കുല സുബാൻ ലവൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേനായുള്ളവേ നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്യപൂഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ എന്നെ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്ന ക്രൂപ്യന്മാരുടെയും നിനക്ക് കാദേശ് പാടുന്ന സ്വപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ അഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഇത് നിന്റെ പരിശുദ്ധ ഞങ്ങളുടെ കുർബാന പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബ്കുല സുബാൻ ലവൽ മീൻ. കർത്താവിന്റെ സൃഷ്ടികൾക്കുകയും അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Kabil Husun da Bishopunu da Tui Batrayun Milavu Lemwal Min Minu Abdomilo Atuni Vima Pesaga Ya Pesaga Dineni Kia Mashiach Mori Krishayuluga Kripanin Pesaya Ya Pesaya Dini Kia Mashiach Mori Krishayuluga Ya Pesaya Dineli Kia Mashiach Mori Krishayuluga Kripanin Pesaya Madadi Sudiyum Manam Tadenam Mahima Vandanakal Shuddha Mavinam Undagul Krupa Papigalam Nyanalilam Vedul Purishile Vadil
ബാർക്കുമോർ ദിവ്യജ്ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരൻ്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനോ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗ്ഗത്തിൽ കയറി തങ്ങളുടെ ആണ്ടും ജീവനിലെയും വെച്ചേക്കാൻ അതിന്റെ വലിയ മക്കളോടുവാനിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാക്കന്മാരും ഗുരുക്കന്മാരും സഹോദരങ്ങളുമായുള്ളവരെ, എൻ്റെ കുർബാന അംഗീകരിക്കപ്പെടുവാൻ വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസാം വരുവാൻ ലോകത്തെ പ്രതിജീവമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണം സമയമിതാ മോചിക്കും നാരികേതുനാ ഇതു നമസ്കാരത്തിൻ സമയം ഉന്നത പദവി നേടിയ എന്നിപ്പോൾ പട്ടക്കാരൻ അനുഭവിച്ചിടും നോക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ, ഇതു കരുണയുടെയും അലിവിന്റെയും സമയം സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ സമീപസ്ഥരുമാ തമ്മിൽ നിരക്കും സമയം അതിനാൽ സോദരനേ വരുവീ ഒരു പോൽ കരുണയിരന്നീടാ നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്യുക കനിവാ. നാഥാ ഉത്തരമരുളി ചെയ്ത് അടിയാരോട് കൃപ ചെയ്യണമേ. നല്ലവനെ ഞങ്ങളുടെ ബലഹീനതയോടുത്തരമരുളണമേ. നാം എല്ലാവരും ഒത്തൊരുമേ അട്ടഹസിച്ചുര ചെയ്യണം. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്യുക കനിവാ.
Barkimos Domen Kalos. രഹസ്യപൂർണമായ ആ അത്താഴ സമയത്ത് സൂചനാപരമായിരുന്ന പുരാതന ശുശ്രൂഷയെ പര്യവസാനിപ്പിച്ച് നിന്റെ കൃപയുടെ പുതിയ കൂദാശ ഞങ്ങളെ പരിപേൽപ്പിച്ചവനായ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധവും കൂദാശപരവുമായ നിന്റെ അത്താഴത്തിൽ ഞങ്ങളെ നിന്നോടുകൂടെ സംബന്ധമുള്ളവരും പങ്കാളികളുമാക്കി തീർക്കണമേ. നിർമ്മലമായും ശിക്ഷാർഹരാകാതെയും അതിൽ നിന്നും ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. സകല പാപാന്തകാരത്തിൽ നിന്നും തന്മൂലം ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ട് ഇവിടെ വെച്ചും മനുഷ്യരുമായ ഭാവി ജീവിതത്തിൽ വെച്ചും രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഞങ്ങൾ നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. നിന്റെ രാജ്യത്തിലെ സൗഭാഗ്യങ്ങളാൽ നിന്റെ സ്വർഗീയ മണവയിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ കൃപയെ പ്രതി നിനക്കും നിന്റെ പിതാവിനും സകലത്തിലും പരിശുദ്ധനും ഒന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ വിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വബ്കുൽ സുബാൻ ലവൽ മീൻ. ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുമ്പാകെ തലമുണിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നൊന്നായിരിക്കുന്നവനുമായ നിന്റെ റുഹായോടുകൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. വബ്കുൽ സുബ്ഹാൻ ലവൽ മീൻ. പോയി ആടിനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്താർപ്പിതമല്ലാത്ത ഈ ബലിയനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു. ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂദാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപ പരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് ഒന്നായിരിക്കുന്നവനുമായ നിന്റെ റുഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുള്ള ഞങ്ങളുടെ കൃതജ്ഞതയ്ക്കുമായി തീരണമേ. വബ്കുൽ സുബ്ഹാൻ ലവൽ മീൻ. ബാർക്കിമോറിന്റെ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിറപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ബലിയും സ്വതമാകും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത്
എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേഴ്ത്തപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും ഋഷിനോസിന്മാരും ശുൽത്തൂന്യന്മാരും മൗദ്വീന്മാരും മുറവുസിന്മാരും ഹൈലീന്മാരും അനേകം കണ്ണുകളുള്ള ക്രൂബീന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞെന്ന് കാദേശ് പാടുന്നവരായ 6 ചിറകുകളുള്ള സ്വപ്യന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗസേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. വം കാദേശൻ ഗോയേ പാപമില്ലാത്തവനായി നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ ശ്രീകന്മാർക്ക് നൽകി അവരോട്, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീന്, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്നരുൾ ചെയ്തു. വൽഹായി ദൽവോ ലം പ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകി അവരോട്, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നുവെന്ന് അരുൾ ചെയ്തു. വൽഹായി ദൽവോ ലം നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇത് അന്വേഷിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവീനെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. അദാമോ ദോസേനു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ വേദന ഞങ്ങൾ ഏറ്റുപറയുകയും
നിന്റെ നാമത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളോട് മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമല്ലാത്ത ഈ ബലിയെ ഞങ്ങൾ നിനക്ക് അണയ്ക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലബു കഥമര സർവശക്തിയുള്ളവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായവനേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാർക്കുമോർ, എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേളിൽ ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോട് കൂടെ ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പോർന്ന് ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോ നീ എന്നോട് കരുണ ചെയ്യണമേ. കുരിയലായിസോ കുരിയലായിസോ കുരിയലായിസോ. പരിശുദ്ധ ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മെശിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മെശിഹാ തമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, തിരുശരീരത്തിൽ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ ശുദ്ധീകരിക്കണമേ. വ്യാത്സല പ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. ഇവ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാനം വരെ ഭേദവിപരീതങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്നും സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബ്ഗുല സുബാൻ ലവൽ
എന്നും ഈ ആഷ്കാലത്തും നമ്മുടെ ദർശന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യനന്മാർ ദൈവത്താൽ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകേസന്മാർ ആബോന്മാർ ഇഗ്നാത്തോസിനു വേണ്ടിയും ആബോന്മാർ ബെസിലോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രീഗോരോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ തിയോഫിലോസിനു വേണ്ടിയും സത്യവിശ്വാസിലാശേഷമുള്ള എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ വബ്കുല സുബാൻ ലവൽ മീൻ. ബാർക്കിമോർ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങൾ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരുമായ എല്ലാവരെയും നീ ഓർക്കണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാംശത്തൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ വബ്കുല സുബാൻ ലവൽ മീൻ. വാരിക്കുമോർ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെയും ധൈരാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനിസവും മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ വബ്കുല സുബാൻ ലവൽ മീൻ. ബാരിക്കുമോർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതകളും വിശുദ്ധിയിലും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ അശ്ലീയന്മാരെയും ഏവൻഗിലസ്തന്മാരെയും സഹദന്മാരെയും ഔദ്യാനന്മാരെയും
ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടുകാരനുമായ മാർ യോഹന്നാൻ മംദാനായും സമാഷന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുൻപനുമായ പരിശുദ്ധനും മഹത്വലവണമായ മാർ സ്റ്റെഫാനോസിനെയും ശ്ലീയന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീയായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യകാര്യങ്ങൾ കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരുതൽപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടെ അവരെ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായി നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസം നൽകണമേ. ആയുധം നിന്റെയും നിന്റെ ഏകജാതിൻ്റെയും പരിശുദ്ധരുവായുടെയും കൃപയാലും കരുണയാലും സാധിക്കണമേ. ഓശോ വബ്കുൽ സുബാൻ ലവൽ ബാർക്കുമോർ ശ്ലൈകവും കുറ്റമില്ലാത്തമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിയോട് മുൻപ് കൂട്ടിനെതിർ പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്നോസ് പോലീസിലും എഫേസോസിലും വച്ചുണ്ടായ പുണ്യപ്പെട്ടയും പരിശുദ്ധങ്ങളുമായ 3 പുതുസ്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അതാനാസ്യോസും യോലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്യോസും ഫീലക്സീനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂരിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെ വിവേകമുള്ള വായും തൂന്നും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം ദൈവമാതാവെന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രിയാർക്കിസന്മാരായ മാർ സേവേരിയോസും സത്യവിശ്വാസത്തെ നിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളെ ബാവ മാർ യാക്കോബ് പ്രധാനായും മാർ പ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവന്മാരായ മാർ ബർസോമായും മാർ ഷെമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അഭായും എൽദോ മാർ ബെസേലിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസിനെയും മാർ ദിവനാസ്യോസിനെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരുടെ കൂടെയും ഇവർക്ക് ശേഷമുള്ളവരെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിജാതിയുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും ഒന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ വബ്കുൽ സുബാൻ ലവൽ
ബാർക്കിമോർ അരുപ്പികളുടെയും സകല ജഡങ്ങളുടെയും ഉദവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുപ്പികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മഷിയായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരേലായ്സോൻ എന്ന് ടേസ്റ്റ് പറയണം. സകലാത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനാദിവുമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും എന്നെ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായിക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവൻ ആരും ഇല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണം പെടുന്നു. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവ് കൂടാതെയും നിനത്തിന് മുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, അവസാനം ഒരു പാപം കൂടാൻ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്തിൽ എന്ന പോലെ ഈ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും സകലത്തിലും പരിശുദ്ധനും വന്ദനും ജീവൻ നൽകുന്നവനും സാരാംശവുമായിരിക്കുന്നവനുമായ നിന്റെ റുഹായോടും കൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ ശുമിഷിയായാകും ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യം
ചെയ്യുന്നു. മർത്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ പട്ടക്കാരൻ ശാപം വൈദികനേകുന്നു. രാപകലർഹിക്കും ശാപം. സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ പർദീസാദ വൃക്ഷങ്ങൾ ആദുഷ്ടനു കഷ്ടം ചൊല്ലി ശാശ്വത ശാപം നൽകിയിടും. ഭീഷണദേശത്താശ്രയമാം കർത്തൃശരീരം പ്രാപിക്കാം. സ്വർഗാഗതമാം രക്ഷണ്യാം കാസായും പാനം ചെയ്യാം. ഗാത്രം ഭാഗിക്കുന്നേരം തന്നെത്താനെ ശോധിപ്പിൻ. സ്നേഹിതരിൽ കോപം പൂണ്ടോ ഗാത്രം കൈക്കൊണ്ടീരല്ല. ഗാത്രത്തിൻ വീതിയും കാസാമി ജ്വാലയുമുണ്ട്. പട്ടക്കാരൻ തന്മധ്യേ മോചനകർമ്മം ചെയ്യുന്നു. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥക്ക് കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തും. വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തോഷിയും വിധവുമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സമ്പത്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാര്യത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വന്മ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ശിമിശിഹായുടെ പിതാവാദിയുമേ, കുറുബന്മാർ നിന്നെ സ്തുതിക്കുകയും സ്വപ്യന്മാർ നിനക്ക് ആദേശ് പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരങ്ങളും 10,000 നിന്നെ പുകഴ്ത്തുന്നു. സൗരഭ്യവാസനയായി നിനക്ക് അർപ്പിക്കുന്ന കാറ്റുകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരെയും എവിടെയും ശരീരാത്മദേഹങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാപ്പെടണമേ. രാജ്യം വരേണമേ. ഭൂമിയിലുമാകണമേ. പോലെ ക്ഷമിക്കണമേ. പരിശീലനങ്ങളും പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ എന്നോട്
രാജശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷകളെ ഒഴിവാക്കിയ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും അന്തിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നൊന്നായിരിക്കുന്നവരുമായ നിന്റെ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബ്കുൽ സുബ്ഹാൻ ലവൽ മീൻ. അണിക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലക്കുനിക്കണം. കർത്താവേ, നിർദാസ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ എല്ലാവരുടെയും ശരീരാത്മാ ദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മെശിയാ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും അന്തിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബ്കുൽ സുബ്ഹാൻ ലവൽ മീൻ. ദഹവേ പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാന്തനും വന്യവും സാരാംശവുമായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും ബലിയിലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ പിതാവിനും പുത്രനും ജീവനും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ തന്റെ വലിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധരുവായും നമ്മോടുകൂടെ കർത്താവിന് തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Pesega
നീ കിയമശിഹാമോദി പേശരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാഡിനെ നീ കിയമശിഹാമോദി പിച്ചരുളുക പെസഹായാൽ പെസഹാഡിനെ നീ കിയമശിഹാമോദി പെസഹായാൽ പെസഹാഡിനെ നീ കിയമശിഹാമോദി പിച്ചരുളുക കൃപ നിൻ പെസഹായ ലൊക്കുമോരു തെശുബുഹത്തോ ലാബോ ഈ കോരോ വലരോ കുദിശോ സെഗുത്തോ റുമരോമോ വാലായി ഹാത്തോയി റഹമി വഹനോനോ നെസ്ഫാ ഹസുങ്കര അയ്യൂരി ശിലേം തലയിൽ മേലോ സ്ലാവോ സാംദം ബിൻ ദം ലുക്കുമോറാൻ ശുഭഹോ ലുക്കുമോറാൻ ശുഭഹോ ലുക്കു സബരല്ലോലം ബാരയ്ക്കുമോ മട്ടവസിച്ച് പറയണം പിതാവ് ആദ്യം മുതൽ തലമുറകൾ തലമുറ വരെയും നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനും മാതീപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിർദാസിദാസന്മാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ.
കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുമുമ്പാക്കിയുള്ള മുഖപ്രസന്നതിക്കും വേണ്ടി പ്രിയരീതാ നിന്റെ തിരുശക്തി അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധയുടെ സംഘത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവനും രക്ഷകനുമായ യേശുമിശിഹായാകും ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധകൾ വഹിക്കുന്നതോട് മേലും നൽകുന്നതോട് മേലും അനുഭവിക്കുന്നതോട് മേലും പരിശ്രമിച്ചതിൽ സമയത്തിനും സമരം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പെസഹാടിനെ നീ കിയ മശിഹാമോദി ടീച്ചരുളുക കൃപമിൻ പെസഹായ പെസഹാടിനെ നീ കിയ മശിഹാമോദി ടീച്ചരുളുക കൃപമിൻ പെസഹായ പെസഹാടിനെ നീ കിയ മശിഹാമോദി ടീച്ചരുളുക കൃപമിൻ പെസഹായ ഞങ്ങളുടെ കർത്താവേ ക്ഷമിക്കുക. ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പരിഹാരത്തിനും കാരണമാകാതെ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർത്ത് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. സ്തുതിയും മാനം താതനും മഹിമാ വന്ദനങ്ങൾ ശുദ്ധ മാവിനും ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലുൾ ഊരിശിലേ വാതിൽ കുള്ളിൽ നിൻ സിംഹാസനമണയണമേ പ്രാർത്ഥന മശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണഭൂമി സ്തോത്രം ബാരിക്കുമോ. കർത്താവേ, നിന്റെ സ്വർഗീയത്തെ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹനാക്കി തീർത്താം നിന്റെ മഹാകൃപനിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവൻ നൽകുന്നവനും സാരാംശവും നാരിക്കുന്നവനുമായ നിന്റെ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സുബാൻ ലവൽ ബാരിക്കുമോർ കരുണ കർത്താവിന്റെ മുമ്പാകെ നാം തലയുനിക്കണം. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന വലിയവനും വിസ്മയനും ആ ദൈവമേ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നനും ജീവൻ നൽകുന്നവനും സാരാംശത്തും നിന്നോടൊന്നായിരിക്കുന്നതുമായ നിലഹായിക്കും സ്തുതിയും സ്തോത്രവും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലൗൽമീൻ ആമീൻ. മിസ്രയീം നാട്ടിൽ മോശയാറുത്തൊരു പെസഹ മൂലം മരണമൂടടിമയോ ഒഴിഞ്ഞിസ്രായേൽ മോചിതരായി തലമുറ തോറും പെസഹ കർമ്മം തുടരെ പോന്നു. കൊണ്ടാടി ജനം പെസഹ പെരുന്നാൾ അജഭോജനമാം പൂർവിക പെസഹ മാറി പുതുതായി അപ്പം വീഞ്ഞായി പെസഹ ചെയ്യുവാൻ അരുളിയ മശീഹ നൽകുക യോഗ്യത നിന്മേ നിണവും കൈക്കൊണ്ടിടാൻ യൂദായെപ്പോ ശിക്ഷാർഹന്മാരാകരുതങ്ങൾ. അപ്പത്തെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാപരിശുദ്ധവും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ വിശുദ്ധ തത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്നതായ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോവരും ജീവുള്ളവരും നമ്മുടെ കർത്താവ് ജീവൻ സ്വീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ വിഷമയാൽ മുദ്രപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. വിശ്വാസികളായി നിങ്ങൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനനും പാപിയും ദാസനുമാണ് ഞാൻ. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്തോടെ പോകുവീൻ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. പെസഹാടിനെ നീ മോദി പീച്ചരുളുക കൃപനിൻ പെസഹായാൽ പെസഹ ഡിനെ നീ കിയ മശിഹ മോദി പീച്ചരുളുക കൃപനിൻ പെസഹായാൽ പെസഹ മോദി പീച്ചരുളുക കൃപനിൻ ത്രിയേക ദൈവത്തിന് സ്തുതി. അല്പസമയം എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ നാം വിശുദ്ധ പെസഹ പെരുന്നാളിൻ്റെ
സംബന്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവത്തിന് മാത്രമായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. വിശുദ്ധ കുർബാന അവസാനിച്ചു. എന്താണ് പെസഹ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ നിന്നും കനാൻ ദേശത്തേക്ക് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൊണ്ടുപോകുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മോശ കാണിച്ച് ഇസ്രയേൽ മക്കളെ ലിബറേറ്റ് ചെയ്യുകയാണ്, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അവർ വളരെ നാൾ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. അവരെ ദൈവം വഴി നടത്തി, അവരെ കനാൻ ദേശത്ത് കൊണ്ടുപോയി. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത് പാസ്ഓവർ എന്നറിയപ്പെടും. ആ പാസ്ഓവറാണ് പെസഹ പെരുന്നാളായിട്ട് യഹൂദന്മാർ ആചരിക്കുന്നതും. നമ്മുടെ കർത്താവ് ആ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ ദിവസമാണ് നമ്മുടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പാപപരിഹാരത്തിന് വേണ്ടി വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ യെരൂശലേം ദൈവാലയത്തിൽ കയറി കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് ജനങ്ങളുടെ മേലും തളിക്കുമായിരുന്നു. അത് പാപപരിഹാര യാഗമായിരുന്നു. അതുകൊണ്ട് അത് കർത്താവ് നിർത്തലാക്കുകയാണ്. ആ കുഞ്ഞാട് കർത്താവായി തന്നെ പരിണമിക്കുകയാണ്. ആ കുഞ്ഞാടിനെ പറ്റിയാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അതിനുശേഷം തന്നെ യഹൂദന്മാർ പിടിക്കുകയാണ്, കൊല്ലുകയാണ്. അതേ, കർത്താവ് മുഴുവൻ ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരത്തിനായിട്ട് കർത്താവ് ക്രൂശിൽ തൂങ്ങി മരിക്കുകയാണ്. തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് ഊറ്റിത്തന്നു. ഇന്ന് നാം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് വിശുദ്ധ കുർബാന, മൃഗബലിയെല്ലാം മാറ്റി. എന്നാൽ ദൈവം നമുക്ക് ഒരു പുതിയ നിയമം നമുക്ക് തന്നിരിക്കുകയാണ്. വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചു. താൻ അപ്പവും വീഞ്ഞും അത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായിട്ട് മാറ്റി അത് നൽകുകയാണ്. മൽക്കീസേദെക്കിൻ്റെ കൃപപ്രകാരം നമുക്കറിയാം, വേദപുസ്തകം വായിക്കുമ്പോൾ അതിന് പ്രകാരം അപ്പവും വീഞ്ഞുമായിട്ട് വിശുദ്ധ കുർബാന ആ ബലി മാറ്റുകയാണ്. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ അതിനെപ്പറ്റി പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ചില ഡയറക്ഷൻസ് നൽകുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ അത് വളരെ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടുന്ന് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അതുകൊണ്ട്
പൗലോസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഡയറക്ഷൻ തരികയാണ്. അതുകൊണ്ട് വിശുദ്ധമായിട്ട് മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ അവകാശമുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ സത്യകുംഭസാരം നടത്തി പാപമോചനം പ്രാപിച്ച് അങ്ങനെയുള്ളവർ മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കാവൂ എന്ന് സഭ നിഷ്കർഷിക്കുന്നു. അപ്പോൾ ഹോളി കൺഫെഷൻ അത് ദൈവം ആക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും പാപമില്ലാത്ത അവസ്ഥയിലായിത്തീർന്ന് നാം ദൈവത്തിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വേദപുസ്തകം പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, എന്നാളും ജീവിക്കും. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് ആയിരിക്കണം വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത് എന്ന കാര്യം പ്രസ്താവിച്ചു. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പാസ് ഓവർ എന്ന് വളരെ ചുരുക്കത്തിൽ ഇത് പറയുകയുണ്ടായി. അത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പോകുന്നത് കർത്താവ് ഒരു പുതിയ കവനന്റ് നൽകുകയാണ്. എന്താണ് പുതിയ കവനന്റ്? പഴയ കവനന്റ് മാറ്റി അത് ആടിനെ സാക്രിഫൈസ് ചെയ്യുന്നതായ ആ സിസ്റ്റം മാറ്റി അതിന് പകരമായി അപ്പവും മീഞ്ഞും ആകുന്ന തിരുശരീരങ്ങളാകുന്ന കർത്താവിൻ്റെ തിരുശരീരങ്ങളാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതുകൊണ്ട് നാം പുതിയ നിയമത്തിൻ്റെ കവനന്റ് പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടതിനെ പറ്റിയും പൗലോസ് പറഞ്ഞത് ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് നാം വിശുദ്ധിയോടെ ആയിരിക്കണം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്, വിശുദ്ധ കുർബാന സംബന്ധിക്കേണ്ടത്, വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ നിന്നും ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാമല്ലോ, ആഴ്ചയിൽ കൈമുത്തില്ല. എല്ലാവർക്കും കുർബാന അനുഭവിക്കുന്നവർ ഉത്സവം പ്രാപിച്ച് എല്ലാവരും വന്ന് കുർബാന അനുഭവിച്ച് അവർ താഴോട്ട് പോകുകയാണ്. താഴെ പെസഹ അപ്പം ഉണ്ട്, അതും ഭക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ്. മാത്രവുമല്ല, ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം സന്ധ്യ നമസ്കാരം ചാപ്പലുകളിലും ഇവിടെയും ഉണ്ടായിരിക്കും. ദുഃഖവെള്ളിയാഴ്ച സർവീസ് കൃത്യം 8 മണിക്ക് തുടങ്ങുന്നതുമായിരിക്കും. പള്ളിയിൽ എല്ലാവരും നേരത്തെ വരണം. ആരാധനയിൽ സംബന്ധിക്കുന്നവർ എല്ലാവരും നേരത്തെ വരണം. 8 മണിക്ക് തന്നെ വരണം, ഉച്ചയായിട്ടല്ല വരേണ്ടത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കൊയറ് പാട്ട് പാടും. മറിയിട്ട് ഘോഷിക്കും
സ്വർഗീയനായ മണവാളാനേ, സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. ഭോജ്യം സ്വർഗീയമന്ന മരുവിൽ മനുജൻ ഭുജിച്ചതുമിതുത കൊലയ്ക്കായി നയിക്കപ്പെട്ടോരജമാൻ ഈശായ കണ്ട ദർശനമിതുത സ്വർഗീയനായ മണവാളാനേ, സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. നോക്കി പാർക്കും നാളിൽ നോവ ഓർത്തതിൽ ബോധ കണ്ടതുമിതുത പ്രഥമം പ്രത്യാശതയിൽ രഹസ്യേ നാദൻ നിയമിച്ചാലാമിതുത സ്വർഗീയനായ മണവാളാനേ, സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. അജത്തെ വധിച്ചു റിപുവിൽ നിന്നും കിടയെ വിടുന്ന പെരുന്നാളിതുത ഇന്നേ ദിവസം ഹർമീ മശിഹ ശിഷ്യ സഹിതം പെസഹ പൂജിച്ചു. സ്വർഗീയനായ മണവാളാനേ, സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പെസഹ അപ്പം എല്ലാ വീടുകളിൽ നിന്നും കൊണ്ടുവരികയുണ്ടായി. ദൈവം തമ്പുരാൻ എല്ലാവരെയും അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുമുള്ളതായ നന്ദിയും കൃതജ്ഞതയും ഇത്തരുണത്തിൽ ഇടവയ്ക്ക് വേണ്ടി ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് പോവുകയാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ തിക്കും തിരക്കും കൂട്ടേണ്ടതായ ആവശ്യമില്ല. വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് ആരും പള്ളിയിൽ ഇരിക്കാനായിട്ട് പാടില്ല. വിശുദ്ധ കുർബാന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരോഗ്യം ഉള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സുഖമില്ലാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കുന്നതിന് കുഴപ്പമില്ല. ബാക്കി എല്ലാവരും ലൈനായിട്ട് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ വന്ന്
ഓരോരുത്തരുമായിട്ട് വന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കണം. തിരക്കും ഉണ്ടാക്കരുത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കുർബാന അനുഭവിച്ച് താഴെ പോയി പെസഹാപ്പം ഭക്ഷിച്ച് എല്ലാവർക്കും കാപ്പിയും കാണും, കട്ടൻ കാപ്പി കാണും. അതും